ഈ കാണുന്നത് കാരയ്ക്കമരം. ഈ കാരയ്ക്കകൾ ചുവപ്പ് കളറിലാണ് കാണുന്നത്. എന്നാൽ ഈ കാരയ്ക്കമരത്തിൽ പച്ച കളറിലാണ് കാണുന്നത്. ഈ മരത്തിൽ കാണുന്നത് മഞ്ഞ കളറിലാണ്. ഇതൊന്നും പാകമായ കാരയ്ക്കയല്ല. ഇനിയും 3 മാസം കഴിഞ്ഞാൽ മാത്രം, ആഗസ്റ്റ് സെപ്റ്റംബർ ആയാൽ മാത്രമേ കാരയ്ക്ക പാകമാവുകയുള്ളൂ. ഈ കാരയ്ക്ക കൂമ്പിട്ട് വരുന്ന സമയത്ത് തന്നെ, തെങ്ങിൻ്റെ പൂക്കുല വരെ കൂമ്പിട്ട് വരുന്ന സമയം തന്നെ അതിൻ്റെ കൂമ്പ് മുറിച്ച് ആൺകാരയ്ക്ക മരം പെൺകാരയ്ക്ക മരത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയാൽ മാത്രമേ കാരയ്ക്ക നന്നായി പഴുത്ത് മധുരമുള്ളതായി ഉപയോഗിക്കാൻ പാകമായ രീതിയിലായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ചാടയായിട്ട് വീണു പോകുന്നതാണ്. അതിന് മുൻകൂട്ടി തന്നെ ഇവർ ഇതിനെ മുറിച്ചെടുത്ത് പെൺകാരയ്ക്ക മരത്തിന് മുകളിൽ വെച്ച് കെട്ടുന്നു. ഈ കാണുന്നത് വെളുത്ത തെച്ചി. ഈ കാണുന്നത് പപ്പഴച്ചെടി. പപ്പായ. ഇതാണ് പപ്പായച്ചെടി. ഇതിൻ്റെ തളിരില പനിക്ക് ഔഷധമാണെന്ന് അറിയപ്പെടുന്നു. ഇത് കടലാസ് പൂ. ഈ കാണുന്നത് വേപ്പ് മരം. നമ്മുടെ നാട്ടിൽ അന്യമായി പോകുന്ന വേപ്പ് ഇവിടെ സമൃദ്ധമായി വളരുന്നു. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുങ്കുമച്ചെടിയാണ്. ഇതൊരു കൃത്രിമ ഭംഗിക്ക് വേണ്ടിയുള്ള ഒരു ചെടിയാണ്. ഈ കറമൂസ പപ്പായ എന്ന് പറയുന്ന ഈ ചെടിയുടെ, ഈ മരത്തിൻ്റെ തളിരിലയുടെ നീര് ഒരൗൺസ് വീതം 2 നേരമായോ 3 നേരമായോ കഴിച്ചാൽ, 3 ദിവസമോ 5 ദിവസമോ കഴിച്ചാൽ ഡെങ്കിപ്പനി പോലുള്ള വൈറൽ പനി മാറും എന്ന് ഇൻ്റർനെറ്റുകളിലും മറ്റും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ മരുഭൂമിയിലെ കുറ്റിച്ചെടിയാണ്. ഇത് മരുഭൂമിയിൽ എവിടെയും വളർന്നു കാണുന്ന ചെടിയാണ്. ഈ മണൽ വളരെ നൈസാണ്. ഭസ്മം പോലെയുള്ള മണലാണ്. ഇത് കാറ്റടിച്ചാൽ ആകാശത്തിൽ ഉയർന്നു പറക്കുകയും വലിയ വലിയ ബിൽഡിങ്ങുകൾക്ക് മേലെ വരെ 8, 10, 12, 30 നിലകളുള്ള ബിൽഡിങ്ങുകൾക്ക് മുകളിൽ വരെ വന്ന് അടിയുകയും ചെയ്യാറുണ്ട് ഈ മണലുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽഡിങ്ങുകളെല്ലാം പൂർണ്ണമായും അടഞ്ഞ് ഗ്ലാസ് ഇട്ടതുമായിട്ടുള്ള ഒരു എയർ ഹോൾസ് ഇല്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ മരുഭൂമിയിൽ മരങ്ങളും ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് മറ്റു ദേശത്തുള്ള അലൈൻ പോലുള്ള സ്ഥലത്തുള്ള നല്ല മണ്ണ് കൊണ്ടുവന്ന് ഈ നൈസ് മണൽ നീക്കി അതിനു മുകളിൽ 1 മീറ്റർ ഉയരത്തിൽ നിക്ഷേപിച്ച ശേഷം അതിനു മുകളിൽ മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിച്ച്
അതിൻ്റെ മുരട്ട് അടിയിൽ പൈപ്പ് കണക്ഷൻ കൊടുത്ത് ഈ പൈപ്പ് കണക്ഷനിലൂടെ വെള്ളം രാവിലെ, ഉച്ച, വൈകുന്നേരം എന്നീ 3 നേരങ്ങളിൽ നനച്ചുകൊണ്ടാണ് ഈ ചെടികളെല്ലാം ഇവിടെ വളർത്തുന്നത്. കടലിന് അടിയിലായിരുന്നു ഒരു കാലത്ത് ഈ അറേബ്യൻ ദേശങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത്. അതിന് തെളിവുകളാണ് ഈ കാണുന്ന കടലിനടിയിൽ കാണുന്ന പോലുള്ള കുറ്റിച്ചെടികളും പിന്നീട് ഈ കടലിനടിയിലുള്ള പോലുള്ള നൈസ് മണലും. അപ്പോൾ ഈ ദേശം കടലിനടിയിൽ ആയിരുന്നു ഒരു കാലം.